എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോഗ് കാ ബാപ്പ ഓറം 1000-ന് മുകളിൽ സോഷ്യൽ മീഡിയക്ക് തീയിട്ട് മമ്മൂക്കയുടെ ഏറ്റവും പുതിയ വീഡിയോ അപ്ഡേറ്റിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 35,000 സബ്സ്ക്രൈബേഴ്സ് ചെയ്യുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മമ്മൂക്കയുടെ ഓൺ സ്ക്രീൻ ലുക്ക് പോലെ തന്നെ ആരാധകരുണ്ട് അദ്ദേഹത്തിന്റെ ഓഫ് സ്ക്രീൻ സ്റ്റില്ലുകൾക്കും. മമ്മൂട്ടി ഓരോ ചിത്രങ്ങൾക്കും വലിയ വരവേൽപ്പാണ് സോഷ്യൽ മീഡിയയിൽ ലഭിക്കാറുള്ളത്. ഇപ്പോഴത്തെ പതിവ് പോലെ തന്നെ നടന്റെ മറ്റൊരു ലൊക്കേഷൻ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ്. അതും വെറും വൈറലല്ല, സോഷ്യൽ മീഡിയയിൽ കത്തിപ്പടരുകയാണ്. പുതുമുഖ സംവിധായകനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവൽ എന്ന സിനിമയിലെ മമ്മൂക്കയുടെ ഗെറ്റപ്പിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന വീഡിയോ പ്രചരിക്കുന്നത്. മുടി ചീകി പിന്നിലാക്കി കൂളിംഗ് ഗ്ലാസും വെച്ച് നീല ഷർട്ടും പാന്റും ധരിച്ച് നടന്നു പോകുന്ന മമ്മൂക്കയുടെ വീഡിയോ ആണ് ട്രെൻഡിംഗ് ലിസ്റ്റിലായിരിക്കുന്നത്. നേരത്തെ ഈ ലുക്കിലുള്ള സ്റ്റില്ല് പുറത്തു വന്നിരുന്നു. നിമിഷ നേരങ്ങൾ കൊണ്ടായിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. മികച്ച സ്വീകരണമാണ് ഈ ഒരു വീഡിയോക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത്. സോഗ് കാ ബാപ്പ ഓറ 1000+, 73 വയസ്സുള്ള ചുള്ളൻ എന്നിങ്ങനെയാണ് വരുന്ന കമന്റുകൾ. ഈ വരുന്ന ഏപ്രിൽ 10-ന് ബസൂക്ക തിയേറ്ററുകളിലെത്തിയ ശേഷം അതിനുശേഷം പുറത്തുവരാനിരിക്കുന്ന മമ്മൂട്ടി ചിത്രമാണ് കളങ്കാവൽ. ഈ അടുത്ത് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിരുന്നു. വൻ അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയയിൽ തരംഗം തീർത്തുകൊണ്ടായിരുന്നു ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നത്. മമ്മൂട്ടി വില്ലൻ വേഷത്തിലെത്തുന്ന നെഗറ്റീവ് ഷെയ്ഡിലുള്ള കഥാപാത്രമാണ് ചിത്രത്തിൽ ചെയ്യുന്നത്. റോഷക്ക്, നൻപകൽ നേരത്ത് മയക്കം, കണ്ണൂർ സ്ക്വാഡ്, കാതൽ, ടർബോ, ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ പ്രൊഡക്ഷനാണ് പുതിയ ചിത്രമായ കളങ്കാവൽ. ഇന്നലെ പുറത്തു വന്ന ആ ഒരു വീഡിയോ നമ്മുടെ പ്രേക്ഷകരെല്ലാം കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്താണ് പ്രേക്ഷകരുടെ അഭിപ്രായം എന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.